പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് കേരളത്തിന്റെ സ്വന്തം ഡ്രീം പാർക്ക് യാഥാർത്ഥ്യമാവുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈൻ സുവോളജിക്കൽ പാർക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ മാസം 28-ന് നടക്കും. അന്നേ ദിവസം വൈകിട്ട് 4:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തൂരിലെ ഈ ബൃഹത് പദ്ധതി നാടിന് സമർപ്പിക്കുമ്പോൾ അത് സഫലമാകുന്നത് പ്രകൃതി സ്നേഹികളുടെയും മൃഗസ്നേഹികളുടെയും ഒരുമിച്ചുള്ള പോരാട്ടത്തിന്റെ മഹത്തായ സ്വപ്നമാണ്. 363 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ പാർക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കാണെന്ന ഖ്യാതിയും നേടിക്കഴിഞ്ഞു. മൃഗങ്ങൾക്ക് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് സമാനമായ ഇടങ്ങൾ ഒരുക്കുന്ന ഡിസൈൻ സുവോളജിക്കൽ പാർക്ക് എന്ന നിലയിൽ മൃഗസംരക്ഷണ രംഗത്ത് ഇതൊരു നാഴികക്കല്ലാണ്. ആകെ 24 ആവാസങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പാർക്ക് പൂർണ്ണമായി തുറന്ന് പ്രവർത്തിക്കുമ്പോൾ 700-ലേറെ പക്ഷി മൃഗാദികളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പാർക്കിന്റെ മുഖ്യ ആകർഷണീയത തന്നെ ഒരു ദിവസം മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാനുള്ള അത്രയും വൈവിധ്യമാർന്ന കാഴ്ചകളാണ്. കാഴ്ചയുടെ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഹോളോഗ്രാം സൂ, കുട്ടികൾക്ക് മൃഗങ്ങളുമായി അടുത്ത് ഇടപെടുവാൻ അവസരം നൽകുന്ന പെറ്റ് സൂ, വന്യമൃഗങ്ങളെ തുറന്ന സ്ഥലത്ത് കാണാൻ സാധിക്കുന്ന ഡിയർ സഫാരി പാർക്ക് എന്നിവയടക്കം ഇന്നിവരെ കാണാത്ത കാഴ്ചകളുടെ ഒരു വലിയ ലോകം തന്നെ ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നു. പാർക്കിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ നിരവധി വിദേശ മൃഗങ്ങൾ ഇവിടെ എത്തും. സീബ്ര, ജിറാഫ്, അനാക്കോണ്ട എന്നിവയോടൊപ്പം തെക്കൻ ആഫ്രിക്കയിലെ തുറന്ന സമതലങ്ങളിലും പീഠഭൂമിയുടെ താഴ്വരകളിലും കണ്ടുവരുന്ന വലിപ്പമേറിയ മാനുകളായ എലാൻഡകളും 6 മാസത്തിനകം പാർക്കിലെത്തും. എലാൻഡകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ പുത്തൂരിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ധാരാളം കുറ്റിച്ചെടികൾ പോലെയുള്ള കുറ്റിക്കാടുകൾ അടങ്ങിയ വരണ്ട പ്രദേശങ്ങളിലാണ് സാധാരണയായി എലാൻഡകൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പുത്തൂരിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഈ പുതിയ അതിഥികൾക്ക് തികച്ചും അനുയോജ്യമാകും. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പൊതുവത്സരത്തിന് മുൻപേ തന്നെ മൃഗങ്ങളെ പാർക്കിൽ എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. പാർക്ക് പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് സാധാരണ മൃഗങ്ങളെ എത്തിക്കാറ്. എന്നാൽ നിർമ്മാണത്തിന് കാലതാമസം ഉണ്ടായതോടെ തൃശൂർ മൃഗശാലയിൽ നിന്ന് വേഗം മൃഗങ്ങളെ പുത്തൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. ഭൂരിഭാഗം മൃഗങ്ങളും ഇതിനോടകം തന്നെ തൃശൂരിൽ നിന്ന് പുത്തൂരിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 28-ന് ശേഷമുള്ള ആദ്യ 2 മാസം ട്രയൽ റൺ ആണ്. ഈ കാലയളവിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. തിരക്കുണ്ടാകുമ്പോൾ മൃഗങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വിലയിരുത്തുന്നതിനും അവ മനുഷ്യരുമായി ഇണങ്ങി ചേരുന്നതിനും വേണ്ടിയാണത്. ട്രയൽ റൺ വിജയകരമാകുന്നതോടെ ജനുവരി മാസത്തോടെ എല്ലാവർക്കും പ്രവേശനം സാധ്യമാകും. അടുത്ത വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഇവിടെ ഒരു ആഘോഷമാക്കാനുള്ള അവസരം ലഭിക്കും. പ്രവർത്തന ഉദ്ഘാടനത്തിന് മുന്നോടിയായി പാർക്കിന്റെ പരിസരത്ത് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പാർക്കിനുള്ളിൽ പ്രഭാത നടത്തം, മൃഗശാലയുടെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മിനി മാരത്തൺ, സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സൈക്ലിംഗ് യാത്ര, ഭിന്നശേഷി വിഭാഗക്കാരുടെ പാർക്ക് സന്ദർശനം, അങ്കണവാടി ജീവനക്കാർക്കുള്ള പാചക മത്സരം തുടങ്ങിയവ നടക്കും. കൂടാതെ കുടുംബശ്രീയുടെ ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിക്കുന്നുണ്ട്. 25-ന് വൈകിട്ട് സാംസ്കാരിക വിളംബര റാലിയും സാംസ്കാരിക സംഗമവും നടക്കും. 26-ന് 2 മുതൽ തദ്ദേശീയ കലാപരിപാടികളും 27-ന് കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. ഉദ്ഘാടന ദിവസമായ 28-ന് 3 മണിക്ക് 2 കേന്ദ്രങ്ങളിൽ നിന്നായി ആരംഭിക്കുന്ന ഘോഷയാത്രയോടെയാണ് പ്രവർത്തന ഉദ്ഘാടന ചടങ്ങ് തുടക്കമാകുക. ഈ മഹത്തായ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു സംഘടനയുടെ പേരുമുണ്ട്. ഫ്രണ്ട്സ് ഓഫ് സൂവും അതിന്റെ സെക്രട്ടറി എം പീതാംബരൻ മാസ്റ്ററും. പാർക്ക് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ സംഘടനയും അതിന്റെ സാരഥിയും നിരന്തരമായി ഇടപെടലുകൾ നടത്തിയിരുന്നു. തൃശൂർ മൃഗശാലയിലെ ഇടുങ്ങിയ കൂടുകളിൽ പക്ഷി മൃഗാദികൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ കാണുമ്പോൾ എല്ലാ മഹത്വവും ധാർമ്മികതവും ചോർന്നു പോകുമായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. വന്യമൃഗങ്ങളെ കൂട്ടിലടച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനോട് ഗാന്ധി മാർഗ സർവോദയ മനസ്സുള്ളവർക്ക് ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. മനുഷ്യരുടെ ആനന്ദത്തിനും ഗവേഷണങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെ കൂട്ടിലടയ്ക്കുമ്പോൾ അവയ്ക്ക് പരമാവധി മെച്ചപ്പെട്ട ആവാസ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ മൃഗശാലയിലെ ഇടുങ്ങിയ കൂട്ടിലടയ്ക്കപ്പെട്ട മൃഗങ്ങൾക്ക് മെച്ചപ്പെട്ട ആവാസസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തയുണ്ടായത്. കൂട്ടിലടച്ച മൃഗങ്ങളെ പിന്നീട് കാട്ടിലേക്ക് തുറന്നുവിട്ടാൽ അവയ്ക്ക് അധികകാലം ജീവിക്കാനാവില്ലെന്ന തിരിച്ചറിവും ഇതിന് പിന്നിലുണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം തൃശൂർ മൃഗശാല വിപുലീകരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തൃശൂർ മൃഗശാലയുടെ ശതാബ്ദി വേളയിൽ ഏതാനും കൃഷ്ണമൃഗങ്ങൾ ചാവാനിടയായ സംഭവത്തോടെയാണ് മൃഗശാല നഗരത്തിന് പുറത്തേക്ക് കൂടുതൽ വിസ്തൃതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമായത്. പട്ടണത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ കേവലം 13 ഏക്കർ സ്ഥലത്താണ് 500-ലേറെ പക്ഷി മൃഗാദികൾ ഇടുങ്ങിയ കൂടുകളിൽ ദുരിത ജീവിതം നയിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രിയും തൃശൂരുകാരനുമായ സി അച്യുതമേനോൻ, ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നിവർ ഈ വിഷയം പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ സന്ദർശനത്തിലാണ് ഗാന്ധിമാർഗ പ്രവർത്തകരും മൃഗസ്നേഹികളുമായ ഏതാനും വ്യക്തികൾ തൃശൂർ മൃഗശാലയിലെത്തി സുവോളജിക്കൽ പാർക്കിനായുള്ള ശ്രമങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത്.
1995 മുൻപ് നിർദ്ദിഷ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ആഗോളതലത്തിലും ദേശീയ തലത്തിലും നൽകുന്ന അംഗീകാരവും സാമ്പത്തിക സഹായങ്ങളും നഷ്ടപ്പെടുമെന്ന മുന്നറിയിപ്പും ലഭിച്ചു. ഈ ഒരു നിർണായക ഘട്ടത്തിലാണ് ഫ്രണ്ട്സ് ഓഫ് സൂ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കിയതെന്നും എം പീതാംബരൻ മാസ്റ്റർ ഓർക്കുന്നു. ദീർഘകാലത്തെ ഈ പരിശ്രമമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന മഹത്തായ സ്വപ്നത്തെ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്.